ജീവനക്കാരെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വെച്ച് നടത്തിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓണാട്ടുകാരെ, ഞാനേ അങ്ങ് ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്തു നിന്ന് വരുന്നതാണ്, ഷാജിച്ചാറിനറിയാം. ഞങ്ങളുടെ നാട്ടിൽ പറയും പാമ്പാണെങ്കിലും പഴയതാണ് നല്ലതെന്ന്. പക്ഷെ ഇവിടുത്തെ അനുഭവത്തിൽ ഈ പാമ്പ് നല്ലതല്ല, ഇതിനെയൊക്കെ ചവിട്ടി പുറത്താക്കി ഇവിടെ ശുദ്ധജലം തളിക്കാതെ ഇവിടെ ഗതി പിടിക്കത്തില്ല എന്നുള്ളത് ഇവിടെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകും. മന്ത്രി രാജീവൻ കഷണ്ടിയും താടിയും ഒക്കെ വെച്ചുകൊണ്ട് ഇവിടെ വന്ന് വലിയ വിളംബരം നടത്തിയിട്ട് പോയി 10 കോടി രൂപ മുടക്കിയിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങൾ സോളാർ പദ്ധതി കൊണ്ടുവരുന്നു, ഇതാ ഇഷ്ടിക നിർമ്മാണ ഫാക്ടറി കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒന്നും നടന്നില്ല. 2 വർഷം കഴിഞ്ഞു. ആ ഉദ്ഘാടന മാമാങ്കം നടത്തിയവർ കാശിക്ക് പോയോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. അതിന് സ്വാഗതം പറഞ്ഞവർ, ഇവിടെ പന്തലിട്ടവർ, അതിനുവേണ്ടി ലക്ഷക്കണക്കിന് തുക ചെലവാക്കിയവർ, അവർ ഈ ഓട്ടോ കാശിന്റെ മുമ്പിൽ നിന്ന് മുട്ടുകാലിൽ തൊട്ട് ഇവിടുത്തെ ഈ തൊഴിലാളികളോടും ഈ നാടിനോടും മാപ്പിരക്കണം. അപ്പൂട്ടൻ ചേരനെ പോലുള്ള ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച ജനപ്രതിനിധികളോട് അവരുടെ കാലിൽ സമസ്താപരാധം പറയണം, ഈ നാട്ടുകാരെയും അതേപോലെ ഇവിടുത്തെ തൊഴിലാളികളെയും പറ്റിച്ചതിന്. ഇപ്പൊ ഇവിടെ വാടക, അതായത് വിത്തെടുത്ത് കുത്തുക എന്ന് പറയുന്നത് പോലെ, കഴിക്കോലും മോന്തായവും ഊരി നിൽക്കുന്നത് പോലെ ഇപ്പൊ ഓട്ടോ കാശിന്റെ സ്ഥലം വാടകയ്ക്ക് കൊടുത്ത് 27 കോടി രൂപ വാങ്ങിക്കുവാൻ ഇവിടുത്തെ തമ്പുരാക്കന്മാർ തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്തിനാണിത്? നിങ്ങളെ എന്തിനാണ് ഇങ്ങോട്ട് ഭരിക്കാൻ വിട്ടത്? ഈ ചെയർമാൻ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ടല്ലോ ഇവിടെ, അങ്ങനെ പണി ഇവിടെ എന്താണ്? ഈ പാവപ്പെട്ട ഓട്ടോ കാശിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് എല്ലാ മാസവും ശമ്പളം കൊടുക്കാതെ അവരെ ഇട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് സർക്കാർ കാറിൽ മിന്നിച്ചെത്തി നടക്കുന്ന തിരുവല്ലക്കാരൻ അത് കളഞ്ഞിട്ട് ആത്മാഭിമാനമുണ്ടെങ്കിൽ അയാൾ വീട്ടിൽ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ഗൗരവത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടെ റെയിൽവേക്ക് കുറെ സാധനം ഉണ്ടാക്കിയിട്ടേക്കുന്നു, അതെങ്കിലും കൊടുക്കാനുള്ള ആംബിയർ കാണിച്ചിട്ട് ഈ ചെയർമാനും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇവിടെ ഇരിക്കണം. ഇവിടുത്തെ പാവപ്പെട്ട ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ 2019 വരെ ജോലി ചെയ്ത ഒരു ജന്മം മൊത്തം ഇതിനകത്ത് ജോലി ചെയ്ത തൊഴിലാളികൾക്ക് പെൻഷൻ ആനുകൂല്യം കൊടുക്കാതെ പുത്തൻ പദ്ധതികളുടെ പ്രഖ്യാപനം നടത്തി ഇവിടുത്തെ ജീവനക്കാരെ കബളിപ്പിച്ചാൽ ഞങ്ങൾ ഇത് നാട്ടുകാരോട് വിളിച്ചു പറയും. ഇതിനകത്ത് നടക്കുന്നത് തട്ടിപ്പാണെന്ന് ഞങ്ങൾ പറയും. ഇതിന്റെ ഭരണാധികാരികൾ കള്ളന്മാരാണെന്ന് ഞങ്ങൾ പറയും. ഇവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് പറയും. ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ ജോലിക്ക് അവന്റെ അധ്വാനത്തിന് ശമ്പളം കൊടുക്കാത്ത കള്ള പലിശകളാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് ഞങ്ങൾ നാട്ടുകാരോട് വിളിച്ചു പറയുമ്പോൾ നിർബന്ധരാകും. ഞങ്ങൾ ഈ പാവപ്പെട്ട NGOക്കാരാണ്. ഞങ്ങൾക്ക് ഈ തൊഴിലാളികളുടെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് ഇപ്പൊ ഷായിച്ചേട്ടൻ ജില്ലാ UDF ചെയർമാനും ഒക്കെയാണ്. അദ്ദേഹത്തിന്